മാഗ്നം ഓപ്പസ് ലെഗസി വർക്ക് പാഷൻ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഐക്കോണിക് തിങ്സ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജീവിതത്തിലോ നോർമൽ ജീവിതത്തിലോ കാര്യങ്ങളിൽ അവർ വളരെ ഐക്കോണിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വാക്കുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് മാഗ്നം ഓപ്പസ്, ലെഗസി വർക്ക്, പാഷൻ പ്രൊജക്റ്റ്, ഐക്കോണിക് തിങ്സ്. അതായത് ഇപ്പോൾ ഒരു ശില്പി അയാളുടെ ലൈഫിലെ വളരെ ബെസ്റ്റായിട്ടുള്ള ശില്പം നിർമ്മിക്കുന്നു, അവരുടെ ലെഗസി വർക്കാണത്. ഒരു എഴുത്തുകാരൻ അവരുടെ ലൈഫിൽ വളരെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്ക് റിലീസ് ചെയ്യുന്നു, അവരതിലൂടെ ഹാർഡ് വർക്ക് ചെയ്ത ബുക്കാണ് ആൻഡ് ആൾക്കാർക്ക് ആ ബുക്ക് ഇഷ്ടപ്പെടുന്നു, അവരുടെ മാഗ്നം ഓപ്പസ് ആണത്. ഒരു മ്യൂസീഷ്യൻ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ്, അവരുടെ ബെസ്റ്റ് ആൽബം, ബെസ്റ്റ് സിംഗിൾ, അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് അവരുടെ ലെഗസി വർക്ക് അല്ലെങ്കിൽ പാഷൻ പ്രൊജക്റ്റാണ്. ഒരു സിനിമ ഡയറക്ടറിൻ്റെ ബെസ്റ്റ് മൂവി പാഷൻ പ്രൊജക്റ്റ്. അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരനും പറ്റുമോ? ഇതൊക്കെ പ്രൊഫഷണൽസ് ആണല്ലോ. അപ്പോൾ സാധാരണക്കാരനത് പറ്റുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, സാധാരണക്കാരനത് പറ്റും. ഇതുപോലെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു മേഖലയിൽ ഉറച്ചു നിന്ന് അതിൽ ജോലി ചെയ്തുകൊണ്ട് അതിൽ പറ്റിയില്ലെങ്കിലും ഒരു സാധാരണക്കാരന് അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഹോബികളുണ്ടല്ലോ, സോ ആ ഹോബിയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നോർമൽ ലൈഫിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് ഒരു സ്ഥലം കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്ലാൻ ചെയ്യുകയാണ്, വർഷങ്ങളോളം പ്ലാൻ ചെയ്തു, ബഡ്ജറ്റൊക്കെ സെറ്റ് ചെയ്യുവാണ്, അതുപോലെ തന്നെ അവിടെ എങ്ങനെ എത്തിപ്പെടും, അവിടെ സ്റ്റേ എന്തൊക്കെ കാണണം, അങ്ങനെ ഫുൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ വർഷങ്ങളോളം പ്രയത്നിച്ച് ആ സ്ഥലത്തെത്തി ആ സ്ഥലം കാണുമ്പോൾ അയാൾക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അയാളുടെ ലൈഫിൽ എന്നും അത് സ്റ്റേ ചെയ്യും, ഒരു വലിയ മെമ്മറി ആയിട്ട് മാറും. സോ ഇങ്ങനെ നമുക്കും ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാനിതിലൂടെ ഉദ്ദേശിക്കുന്നത് വേറൊരു ഐക്കോണിക് ലെവലാണ്. അതായത് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഒരു ഹോബി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ എടുക്കുക, അത് നമുക്ക് താല്പര്യമുള്ളതോ താല്പര്യമില്ലാത്തതായിക്കോട്ടെ, പക്ഷേ അതിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ട വരും. അപ്പോൾ ആ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് ചേസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു ഹോബി പിക്ക് ചെയ്തു, ആ ഹോബിയിൽ നമുക്ക് ബെറ്റർ ആകണം, അപ്പോൾ നമ്മൾ ആ ഹോബിക്ക് വേണ്ടി വർക്ക് ഹാർഡ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളതിനുവേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു എൻഡ് റിസൾട്ട് തേടി എത്തുന്നൊരു യാത്ര. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രൊഫഷണലായിട്ട് രീതിയിലേക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മരിച്ചു പോകുന്ന ആ ഒരു കൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ട് എനിക്ക്. പക്ഷേ ഫൈനലി ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ട്രൂത്ത് ആണല്ലോ, യൂണിവേഴ്സൽ ട്രൂത്ത്, നമ്മളെല്ലാവരും മരിക്കും. സോ ഞാൻ ചിന്തിച്ചു, ഈ മരിച്ച് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, ഇപ്പം 4 ആൾ അറിയുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരും അറിയാതെ നമ്മളുള്ളിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കാം, എന്താണെങ്കിലും ഈ കാര്യം നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും, നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യും. ഒന്നെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ മൈൻഡ്. ഓക്കെ, ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ദ വേ വി ലിവ് അത് മാറണം. പണം വരാതിരിക്കുക, അത് വേറൊരു ലെവലാണ്, അത് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതിലേക്കല്ല പോകുന്നത്. ലൈഫിനൊരു മാറ്റം വരികയും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാറുകയും ചെയ്യുന്ന ലെവലിലേക്ക്, അതായത് ഈ റോ ആയിട്ടുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് കാണുന്ന വളരെ പുട്ടിയടിച്ചിട്ടുള്ള റിയാലിറ്റി അല്ലാതെ പ്രൊഫഷണൽ വേൾഡിലേക്ക് നമ്മളെ കടത്തിവിടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായവും അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ അണ്ടറിലുള്ള ഒരു റിയാലിറ്റി അല്ലാതെ റോ റിയാലിറ്റിയിലോട്ട് പോവുക. നമ്മളൊന്നും ഒന്നുമല്ല അവിടെ, നമ്മളൊക്കെ വെറും സാധാരണ മനുഷ്യർ മാത്രമാണ്, നമുക്കൊന്നും ഒരു വിലയുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ അവരുടെ പ്രൊഫഷണലായിട്ടുള്ള ഫീൽഡിൽ കയറി വരികയും അവിടെ അവരൊരു നെയിമും ഒരു ഫെയിമൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണക്കാരൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചെറിയ ഒരു ലെവലിലെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു ഐക്കോണിക് ആയിട്ടുള്ള മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു തോട്ടാണ് എന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സമയങ്ങൾ, കുറച്ച് വർഷങ്ങൾ, അതിൽ ഒരു ദിവസം നമ്മൾ വളരെ ഐക്കോണിക്കായിട്ട് ലിവ് ചെയ്യുക. അത് ലിവ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളുടെ ഹോബി ആയിരിക്കാം, നിങ്ങളുടെ ജോബിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് ആയിരിക്കാം, ഫ്യൂ അവേഴ്സ് ആയിരിക്കാം, എന്തുമായിരിക്കാം. അപ്പോൾ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എല്ലാവരുടെ ലൈഫിൽ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എല്ലായിടത്തും നമുക്ക് ടെൻഷനാണ്, തിരക്കാണ്, മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഈ പറയുന്നൊരു ഐക്കോണിക് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതൊരു ട്രാവലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോബി, ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കാം, ഒരു മ്യൂസിക് എഴുതാൻ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് വരയ്ക്കാൻ നോക്കുന്നതായിരിക്കാം, ഒരു സ്കൾപ്ചർ ആയിരിക്കും, എന്തുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു സൈറ്റ് സീയിങ്, അങ്ങനെ എന്തുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മുടെ ലൈഫിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റേ വിത്ത് യു ഫോർ എവർ. നിങ്ങൾ മരിച്ചു കഴിയുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ഒരു ഇമേജിലൂടെയോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നിങ്ങളുടെ ഫാമിലിയുടെ ഇടയിലൊക്കെ അത് നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറും.
സോ എവരിബഡി ഷുഡ് ട്രൈ ടു ഡു സംതിങ് ഐക്കോണിക് ഇൻ ദർ ലൈഫ്. എവരിബഡി ഷുഡ് ഡു ഇറ്റ്.